ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റിത്തൽ നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ അമ്മ വീണുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിനുള്ളിൽ കോണിപ്പടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ. അപ്പോൾ അതിൻ്റെ മേലെ വാറാല തട്ടാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പെന്ന് വഴിക്ക് താഴത്തേക്ക് വീണു കേട്ടോ. വഴിക്ക് വീണിട്ട് അമ്മൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. കൈ ഒടിഞ്ഞു, പിന്നെ മുഖത്ത് കൂടെ നല്ല പരിക്കായിരുന്നു കേട്ടോ. നല്ല മുറിയും മുഴച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. തലേൻ്റെ ബാക്ക് ആവാതെ ഫ്രണ്ട് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. തലേൻ്റെ ബാക്കിലൊക്കെയാണെങ്കിൽ നല്ല പരിക്കൊക്കെ ഉണ്ട്. പിന്നെ തലയൊക്കെ സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുഖത്ത് അങ്ങനെ മുറികളൊക്കെ ഉണ്ടായിരുന്നു, അത് നല്ല വീക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൻ്റെ കൈത്തെ എല്ല് മെയിനായിട്ട് നന്നായി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അത് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു കയ്യിൽ നന്നായി എല്ല് പൊട്ടിയിട്ടുണ്ട്, 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വളർച്ച എല്ലിത്തിരി വരണം എന്നുണ്ടെങ്കിൽ അത് വന്നിട്ടില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണം എന്നെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലിക്കുട്ടീനെ എടുക്കാൻ അച്ഛമ്മ വന്നതാണ് കേട്ടോ. അല്ലിക്കുട്ടി പിന്നെ പറഞ്ഞാൽ എല്ലാവരോടും പോകാൻ തുടങ്ങിയിട്ട്, അവിടെയാണെങ്കിൽ ആരോടും പോവില്ല. അങ്ങനെ അമ്മേച്ചൻ്റെ അടുത്തൊക്കെ പോവും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരോടും നല്ല കമ്പനിയായി, അവൾക്കൊരു എൻജോയ് ഉണ്ടായിട്ടോ. പിന്നെ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടി, വലിയച്ഛൻ്റെ മോളും വലിയച്ഛൻ്റെ കുട്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യണം. അവർ കളിക്കാൻ പോവാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും അവളും കൂടി അവിടെ നിന്ന് ഓടി വന്നു. അമ്മേനെ നോക്കുകയാണ്, അമ്മനെ നോക്കാൻ വേണ്ടി വന്നിറക്കുകയാണ്. അപ്പോൾ 1 മാസം കിടക്കേണ്ടിയൊക്കെ വരേണ്ട അവസ്ഥ വരും. പിന്നെ നമുക്ക് മക്കളെയും കൊണ്ട് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് പോകണ മക്കളല്ലേ, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ വിശേഷങ്ങൾ. പിന്നെ അമ്മൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇത്. അനിയത്തി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ അനിയത്തിയാണ് കേട്ടോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വീണ് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. പിന്നെ അമ്മൻ്റെ അമ്മ ഓടിയെത്തിയിട്ട് എന്ത് കാര്യത്തിനും ഓടിയെത്തുന്ന ആളായിരുന്നു നമ്മുടെ അമ്മമ്മ എന്ത് കാര്യത്തിനും ഓടിയെത്തും. ഫസ്റ്റ് അമ്മമ്മയാണ് കേട്ടോ എത്തുക. അപ്പോൾ അങ്ങനെ അമ്മമ്മയൊക്കെ വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ തന്നെ കേട്ടോ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യണം. ഞാനും അവളും കൂടി കുട്ടീനെ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പണികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ രാവിലെ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ബാക്കിലാണ് കേട്ടോ തിരുമ്പുക. ക്ഷമിക്കണം, എനിക്ക് നല്ല പനിയാണ് കേട്ടോ. പനി ആയതുകൊണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് ചെയ്യണം, ക്ഷമിക്കണം. അപ്പോൾ ചെടികളൊക്കെ കുറേ ബാക്കിലിടുന്നു. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെടികളൊക്കെ ഞങ്ങൾ നനയ്ക്കുകയാണ്. പിന്നെ അല്ലിക്കുട്ടി അപ്പൂപ്പൻ്റെ അടുത്ത് പോകാൻ തുടങ്ങിയിട്ടോ. അല്ലെങ്കിൽ ആദ്യമൊന്നും പോവില്ല. പിന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് കുറേ ഇരിക്കാനും തുടങ്ങി. പിന്നെ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ മേടിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി വെക്കുകയാണ് കേട്ടോ. മീൻ വറക്കുകയും ചെയ്തു, മീൻ കറി വെക്കുകയും ചെയ്യാണ്. അപ്പോൾ ഞാൻ വറുക്കാൻ പറഞ്ഞു, അവൾ കറിയും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ജു മീൻ കറി വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ തേങ്ങ അരയ്ക്കാറില്ല, മീൻ പുളിയാണ് വെക്കാറ് കേട്ടോ. എനിക്ക് തേങ്ങ അരച്ച് ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. തേങ്ങ അരയ്ക്കാണ്ടാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പി വെച്ചതൊക്കെ അങ്ങനെ ആയിക്ക് വെക്കുകയാണ് കേട്ടോ മീനിൻ്റെ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പനി ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. അപ്പോൾ നമ്മുടെ മൈൻഡൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ടെൻഷൻ തന്നെയല്ല, അമ്മ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനല്ല. പിന്നെ വീഡിയോ ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഇടണു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ആ കാര്യത്തിനോട് പ്രാധാന്യത്തോടെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തായാലും കാര്യങ്ങൾ നടക്കുന്നത് ചിലപ്പോൾ തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അമ്മയുടെ കൈയൊക്കെ ഒടിഞ്ഞു, ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാലക്കാട് പോയി തലയൊക്കെ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കൈ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ കാണിക്കാൻ പോവാണ്. അവളും അമ്മയും കൂടി. കുട്ടികളെ ഞങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കുട്ടികളെ നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ.